Hi everyone. ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി BA സോഷ്യോളജി ഇൻ ഇന്ത്യ എന്ന് പറയുന്ന പേപ്പറിലെ 4ാമത്തെ ബ്ലോക്കിലെ ഫസ്റ്റ് യൂണിറ്റാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. അതിൽ പ്രധാനമായിട്ടും 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണെന്ന് പറയുന്നത്. അപ്പോൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഇവാലുവേറ്റ് DP മുഖർജീസ് കോൺട്രിബ്യൂഷൻ ടു ഇന്ത്യൻ സോഷ്യോളജി. ഇന്ത്യൻ സാമൂഹ്യശാസ്ത്രത്തിന് DP മുഖർജിയുടെ സംഭാവനകൾ വിലയിരുത്തുക. ആൻസർ: ഇന്ത്യൻ സോഷ്യോളജിയുടെ സ്ഥാപക നേതാക്കളിൽ ഒരാളാണ് DP മുഖർജി. അദ്ദേഹം ഇന്ത്യൻ സമൂഹത്തെക്കുറിച്ച് പഠിക്കാൻ മാർക്സിൻ്റെ വൈരുദ്ധ്യാത്മക ഭൗതികവാദം എന്ന സമീപനം ഉപയോഗിച്ചു. ഇന്ത്യൻ സോഷ്യോളജിക്കൽ കോൺഫറൻസിൻ്റെ ആദ്യ പ്രസിഡൻ്റായിരുന്നു അദ്ദേഹം. ഇൻ്റർനാഷണൽ സോഷ്യോളജിക്കൽ അസോസിയേഷൻ്റെ വൈസ് പ്രസിഡൻറ്റും ആയിരുന്നു. തൻ്റെ ഗ്രന്ഥങ്ങളിലൂടെ അദ്ദേഹം ഇന്ത്യൻ സമൂഹത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ പഠിക്കാൻ ശ്രമിച്ചു. ബ്രിട്ടീഷ് കോളനിവൽക്കരണത്തിൻ്റെയും അതിൻ്റെ ഫലമായി ഉണ്ടായ വികസനത്തിൻ്റെയും ഫലമായി ഇന്ത്യൻ സമൂഹത്തിൽ ഒരു പുതിയ മധ്യവർഗം രൂപം കൊണ്ടു എന്ന് അദ്ദേഹം തൻ്റെ വൈദ്യാത്മക ചരിത്രപരമായ സമീപനത്തിലൂടെ തിരിച്ചറിഞ്ഞു. ഇന്ത്യൻ സാമൂഹിക യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കാൻ സാമ്പത്തിക ശാസ്ത്രം, സാമൂഹ്യശാസ്ത്രം, രാഷ്ട്രീയം എന്നീ വ്യത്യസ്ത വിഷയങ്ങളിലൂടെ വീക്ഷണങ്ങൾ ഉൾപ്പെടുത്താനും അദ്ദേഹം ശ്രമിച്ചു. ഈ ഗവേഷണത്തിലൂടെയും രചനകളിലൂടെയും DP മുഖർജി പാരമ്പര്യത്തിൻ്റെയും ആധുനികതയുടെയും സാമൂഹിക യാഥാർത്ഥ്യത്തിൻ്റെ ഉറവിടങ്ങളും സാധ്യതകളും കണ്ടെത്താൻ ശ്രമിച്ചു. അറിവ് പിന്തുടരുന്നതിലൂടെ അദ്ദേഹം ഒരു സംയോജിത വ്യക്തിത്വം വികസിപ്പിച്ചെടുത്തു. ഇതാണ് 1ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ. Describe DP Mukherjee perspective on person. Evaluate his work. Personality. വ്യക്തിയെക്കുറിച്ചുള്ള DP മുഖർജിയുടെ കാഴ്ചപ്പാട് അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വം എന്ന കൃതിയെ ആസ്പദമാക്കി വിശദമാക്കുക. DP മുഖർജിയുടെ പേഴ്സണാലിറ്റി ആൻഡ് ദ സോഷ്യൽ സയൻസ് എന്ന ഗ്രന്ഥം ഒരു വ്യക്തിഗത പ്രമാണമായിരുന്നു. ഈ കൃതിയിലൂടെ സമൂഹത്തെയും ജീവിതത്തെയും കുറിച്ചുള്ള ചിട്ടയായ അറിവിൻ്റെ ഉൽപ്പാദനത്തോടുള്ള സ്വന്തം മനോഭാവം വ്യക്തമാക്കാൻ അദ്ദേഹം ആഗ്രഹിച്ചു. വ്യക്തിത്വത്തെ മനസ്സിലാക്കുന്നതിനുള്ള സമഗ്രവും മാനസികവുമായ സാമൂഹ്യശാസ്ത്രപരമായ സമീപനത്തിന് അദ്ദേഹം ഊന്നൽ നൽകി. സമൂഹമായും മറ്റാളുകളുമായും ഇടപഴകാനാകാത്ത ഒരാൾക്ക് മനുഷ്യത്വരഹിതമായ ഒരു വ്യക്തിത്വമേ സൃഷ്ടിക്കാൻ കഴിയുകയുള്ളൂ എന്നാണ് മുഖർജിയുടെ അഭിപ്രായം. അദ്ദേഹം 2 തരം മനുഷ്യരെക്കുറിച്ച് പറയുന്നുണ്ട്. ഒന്നാമത്തേത് ഒരു വ്യക്തി, അതായത് ഒരു പാശ്ചാത്യ ആധുനിക മതേതര മനുഷ്യൻ, ഒരു ഒറ്റപ്പെട്ട ജീവി. അവനൊരു സാമൂഹിക ജീവിയായി വികസിച്ചിട്ടില്ല. രണ്ടാമത്തേതെന്ന് പറയുന്നത് കൂടുതൽ സാമൂഹ്യവൽക്കരിക്കപ്പെട്ടതും ബന്ധപ്പെട്ടിരിക്കുന്നതുമായ ഒരു വ്യക്തിയാണ്. അവൻ അല്ലെങ്കിൽ അവൾ വ്യക്തിവൽക്കരണത്തിൻ്റെയും സാമൂഹികവൽക്കരണത്തിൻ്റെയും ഒരു ഉൽപ്പന്നമാണ്. ഈ ആശയപ്രകാരം വ്യക്തികളും മനുഷ്യരും തമ്മിലുള്ള ഇടപഴകലുകളുടെ ഒരു ഉൽപ്പന്നമാണ് വ്യക്തിത്വം. DP മുഖർജിയുടെ അഭിപ്രായത്തിൽ ഇന്ത്യൻ സാമൂഹിക ജീവിതം വിവിധ സാമൂഹിക ജാതി ഗ്രൂപ്പുകളുമായി വിന്യസിക്കപ്പെട്ടിരിക്കുന്നു. രാജ്യത്തെ ജനങ്ങൾക്കിടയിൽ ശക്തമായ ഒരു ബന്ധം ഉണ്ടായിരുന്നു. ഇതാണ് 2ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ. ഡിസ്കസ് DP മുഖർജീസ് ഡയലക്റ്റിക്കൽ അപ്രോച്ച്. DP മുഖർജിയുടെ വൈരുദ്ധ്യാത്മക സമീപനം ചർച്ച ചെയ്യുക. ഇന്ത്യൻ സാമൂഹിക യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ DP മുഖർജി മാർക്സിസ്റ്റ് രീതി ശാസ്ത്രപരമായ വീക്ഷണം ഉപയോഗിച്ചു. ഇന്ത്യൻ സമൂഹത്തിൽ സംസ്കാരവും പാരമ്പര്യവും രൂപപ്പെടുത്തുന്നതിനായി സാമ്പത്തിക ഘടനകളുടെ പ്രാധാന്യം അദ്ദേഹം ഊന്നിപ്പറഞ്ഞു. DPയുടെ അഭിപ്രായത്തിൽ ഒരു ഇന്ത്യൻ സോഷ്യോളജിസ്റ്റിൻ്റെ പ്രഥമവും പ്രധാനവുമായ ഉത്തരവാദിത്വം ഇന്ത്യൻ പാരമ്പര്യം പഠിക്കുക എന്നതാണ്. ഈ പഠനത്തിൽ അദ്ദേഹം ചരിത്രപരമായ ഭൗതികവാദത്തിന് ഊന്നൽ നൽകാൻ ആവശ്യപ്പെടുന്നു. വ്യത്യസ്തങ്ങളായ ധാരാളം സാമൂഹിക, രാഷ്ട്രീയ, സാമ്പത്തിക, മതപര ഘടകങ്ങൾ ഇന്ത്യൻ പാരമ്പര്യത്തിൻ്റെ വികസനത്തിന് സംഭാവന നൽകുന്നുണ്ട്. ഹിന്ദു, ബുദ്ധ, ഇസ്ലാം മതങ്ങളുടെ പരസ്പരമുള്ള ഇടപഴകൽ ഇന്ത്യൻ പാരമ്പര്യത്തിൻ്റെ സാംസ്കാരിക സമന്വയത്തിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു. അതേസമയം കൊളോണിയൽ ഭരണവും വ്യാപാരവും സംസ്കാരവും ഇന്ത്യൻ പാരമ്പര്യത്തെ സ്വാധീനിച്ചിട്ടുണ്ട്. അതുകൊണ്ട്
ഒരു വൈരുദ്ധ്യാത്മക സമീപനം ഇവിടെ ഉപയോഗിക്കേണ്ടതുണ്ട്. വിവിധ സംസ്കാരങ്ങളുടെ ഒരു സമന്വയമാണ് ഇന്ത്യൻ പാരമ്പര്യം. ഇതാണ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ. അപ്പോൾ അടുത്ത വീഡിയോയിൽ ഇതിൻ്റെ വൺ വേർഡ് ക്വസ്റ്റ്യൻ ആൻസറായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ ഡിയേഴ്സ്.